നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിൽ മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടി 22 വയസ്സ് മാത്രമായിട്ടുള്ള പെൺകുട്ടി കാമുകന്റെ കൈകൊണ്ട് മരിച്ചിരിക്കുന്നത്. 22 വയസ്സ് മാത്രം പ്രായമുള്ള ദർശിത മരണവും കണ്ണൂരിലെ മോഷണവും ഉയർത്തുന്നത് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളിലേക്കാണ്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഹുൻസൂർ ബിലിക്കരയിലെ തന്റെ അയൽവാസിയും സുഹൃത്തുമായ ശ്രുതി ഈ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നാണ് കണ്ടെത്തിയത്. ശ്രുതിയുടെ ഭർത്താവ് ശേഖറിന്റെ ഫോണിലേക്കാണ് ദർശിത വിളിച്ചത്. ദർശിതയുടെ മകളെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചതെന്നാണ് ശേഖർ പോലീസിനോട് പറഞ്ഞത്. ദർശിതയുടെ ഫോണ് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൊലപാതകം നടന്ന കർണാടകയിലായതിനാൽ തന്നെ കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ പരിമിതികൾ ഏറെയാണ്. സിദ്ധരാജുവിനെ ചോദ്യം ചെയ്യാനായാലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. റിമാൻഡിലായ സിദ്ധരാജുവിനെ കസ്റ്റഡിയിൽ കിട്ടാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസ്. കൊലപാതക കേസ് അന്വേഷിക്കുന്നത് കർണാടക പോലീസാണ്. മോഷണ കേസിന്റെ അന്വേഷണം കേരള പോലീസിലും. ഇതിനിടെയാണ് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും ഉയരുന്നത്. ദർശിത ബലിക്കരയിലെ വീട്ടിലേക്ക് പോകും വഴി വീരാജ്പേട്ടയിൽ വെച്ച് തനിക്ക് 2 ലക്ഷം രൂപ തന്നതായും വസ്ത്രങ്ങളും മുക്കുപണ്ടങ്ങളും അടങ്ങിയ ബാഗ് ഏൽപ്പിച്ചതായും പ്രതി സിദ്ധരാജു സാലിഗ്രാം പോലീസിന് മൊഴി നൽകി. മാത്രമല്ല, ഈ യുവതി വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത 30 പവൻ അത് പൂർണ്ണമായും മുക്കുപണ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. 2 ലക്ഷം രൂപ കടബാധ്യത തീർക്കാനും ബൈക്കിന്റെ ലോൺ അടയ്ക്കാൻ ഉപയോഗിച്ചെന്നാണ് വെളിപ്പെടുത്തൽ. ബാഗ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. സിദ്ധരാജുവിനെ ബാഗ് ഏൽപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും വസ്ത്രങ്ങളും മുക്കുപണ്ടവും മാത്രമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ഇയാളെ ഏൽപ്പിക്കില്ല എന്നും പോലീസ് കരുതുന്നു. ബാഗിൽ ഉണ്ടായിരുന്ന മുക്കുപണ്ടവും അത് സൂക്ഷിച്ച ബോക്സും ദർശിതയുടേതാണ് എന്ന് കല്യാട്ടെ ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ദർശിതയുടെ ഭർത്താവ് കല്യാട് ചുങ്കസ്ഥാനത്തെ സുഭാഷിന്റെ വീട്ടിൽ നിന്ന് 30 പവനും 4 ലക്ഷം രൂപയും നഷ്ടപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായി കണ്ണൂരിലെ അന്വേഷണ സംഘം വീണ്ടും കർണാടകയിലെത്തി. ദർശിത സിദ്ധരാജുവിന് നൽകിയെന്ന് പറയുന്ന 2 ലക്ഷം രൂപ കല്യാട്ടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതെന്നാണ് നിഗമനം. ഡിറ്റനേറ്റർ വായിൽ വെച്ച് പൊട്ടിച്ച് യുവതിയെ കൊല്ലുകയായിരുന്നു. ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകുമെന്ന് പറഞ്ഞതിനാലാണ് കൊലപാതകം എന്നതാണ് സിദ്ധരാജു പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീരാജ്പേട്ടയിൽ സിദ്ധരാജുവും ദർശിതയും കണ്ടുമുട്ടിയിരുന്നു. ബാഗ് സിദ്ധരാജുവിനെ ഏൽപ്പിച്ച ശേഷം ദർശിതയും മകളും ബലിക്കരയിലേക്ക് പോയി. ശനിയാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും ലോഡ്ജിൽ മുറിയെടുക്കുകയുമായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു കൊലപാതകം. 2:50 ഇരുവരും മുറിയിലെത്തി. 2:54 മുറിയടച്ചു. സിദ്ധരാജു പുറത്തുപോയി. 4 മിനിറ്റിനുള്ളിൽ ദർശിതയെ സിദ്ധരാജു കൊലപ്പെടുത്തിയ ശേഷമാണ് പുറത്തുപോയത്. സിദ്ധരാജുവിന്റെ മൊഴി പോലീസ് വിശ്വസിക്കാത്തതിനാലാണ് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നത്. 2 ലക്ഷം രൂപ വീരാജ്പേട്ടയിൽ വെച്ച് ദർശിത തനിക്ക് തന്നതായി സിദ്ധരാജു മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ പലപ്പോഴായി 80,000 രൂപയും നൽകിയിട്ടുണ്ടെന്നും പറയുന്നു. എന്നാൽ പണം കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. സിദ്ധരാജുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ മുക്കുപണ്ടം ദർശിത നൽകിയതാണോ എന്ന് ഉറപ്പില്ല. ഇനി ദർശിത നൽകിയതാണെങ്കിൽ കല്യാട്ടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് മുക്കുപണ്ടമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. 4 ലക്ഷം രൂപ കല്യാട്ടിൽ നിന്ന് മോഷണം പോയെന്നാണ് പരാതി. ദർശിത 2 ലക്ഷമാണ് തനിക്ക് തന്നതെന്നാണ് സിദ്ധരാജു പറയുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി 2 ലക്ഷം എവിടെ? ഇനി അതല്ല കല്യാട്ടിൽ നിന്ന് നഷ്ടമായത് 2 ലക്ഷം രൂപ മാത്രമാണോ എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. 6 വർഷമായി ദർശിതയും സിദ്ധരാജുവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പോലീസിന് നൽകുന്ന വിവരം. കല്യാട്ടെ വീട്ടിൽ നിന്ന് 3 ബാഗുമായാണ് ദർശിത പോയത്. എന്നാൽ ദർശിത ഹുൻസൂരിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ 2 ബാഗുമായാണ്. ദർശിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചുനാളായി മാറ്റങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്തൃ സഹോദരൻ സൂരജ് പറയുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കല്യാട് സ്വദേശി സുമതിയുടെ വീട്ടിൽ നിന്ന് 30 പവൻ സ്വർണവും 4 ലക്ഷം രൂപയും മോഷണം പോയത്. സുമതിയുടെ മകന്റെ ഭാര്യ ദർശിത സംഭവ ദിവസം സ്വദേശമായ കർണാടകയിലെ ഹുൻസൂരിലേക്ക് പോയത് സംശയത്തിലേക്ക് ഇടയാക്കുകയായിരുന്നു.